ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കോടനാട്, കൊച്ചിയിൽ നിന്നും വെറും 50 കിലോമീറ്ററിനുള്ളിൽ പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നല്ലൊരു സ്ഥലമാണ്, നല്ല അടിപൊളി വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുകൂടാതെ അവിടെ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് സംഭവം. അവിടെ തന്നെ ഫോറസ്റ്റിൽ നിന്നും തന്നെ ഉള്ള നാച്ചുറലായിട്ടുള്ള ചെറുതേന്, വലിയ തേന്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം അവിടെ ഉള്ളത്, അവിടെ ക്യാഷ് എടുക്കില്ല എന്നാണ് കണ്ടത്. GPay കാർഡ് അതുപോലെയുള്ള സംഭവങ്ങൾ മാത്രമേ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് അവർ എലോ ചെയ്തു. കൊച്ചിയിൽ നിന്നും ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ഓൾമോസ്റ്റ് 50 കിലോമീറ്റർ ഇല്ല, 50 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ. ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്പോട്ടാണ്. അവിടെ ഞങ്ങൾ ഫസ്റ്റ് കയറുമ്പം തന്നെ കാണുന്നത്, പാർക്കിംഗ് കഴിഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് പ്ലേസ് തന്നെ ഒരു പൂമ്പാറ്റയൊക്കെയുള്ള ബട്ടർഫ്ലൈ ഒരു ഗാർഡനാണ്. അവിടെ ഒരുപാട് തരം പൂമ്പാറ്റകളും ഒരുപാട് തരം വെറൈറ്റി സസ്യങ്ങളും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ബട്ടർഫ്ലൈസിനെ ഞങ്ങൾ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള ബട്ടർഫ്ലൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവർ എല്ലാ സംഭവങ്ങളും ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നല്ല വഴിയിലൂടെയൊക്കെ കുറേ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിഫൻറ്റ് ക്യാമ്പിലേക്ക് പോകാനുള്ള വഴി കാണും. മൊത്തത്തിൽ നല്ല എന്ന് പറയേണ്ടത് പച്ചപ്പാണ്. പച്ചപ്പ് കൂടാതെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെയുള്ള ബാംബൂസാണ്. ബാംബൂസിനെ കൊണ്ട് നല്ല നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാംബൂസുള്ള ഏരിയയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾ എത്തുന്നത് ഒരുപാട് മാനുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. അതും 1ഉം 2ഉം വിധത്തിലൊന്നുമില്ല, ഒരു 3-4 വെറൈറ്റി മാനുകൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് പേടമാനെന്നും പിന്നെ ഒരു സാമ്പാർ മാനെന്നും, അതായത് സാമ്പാർ ഡീർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി മാനുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റി. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. അതായത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഒരുപാട് ഗ്യാങ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം തന്നെ ഈ ബാംബൂസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബാംബൂസിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. ഈ ഒരു സാമ്പാർ ഡിയർ എന്നൊക്കെ പറഞ്ഞ സംഭവം നല്ല കൂട്ടത്തോടെ ഒന്നിച്ച് പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കുറേ സമയം സ്റ്റക്കായി നിന്നു, അതേപോലെ എല്ലാം ഒരേ സമയത്ത് തന്നെ തിരിച്ച് മൂവായി ബാക്കോട്ട് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ കഴിഞ്ഞ് ആണ് നമുക്ക് എലിഫൻറ്റ് ക്യാമ്പിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ എലിഫൻറ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിക്കൊമ്പിനെയൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇവിടത്തേക്കായിരുന്നു കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ആനകളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു മെയിൻ സ്ഥലമാണിത്. ഇവിടെയുള്ള ആനയുടെയൊക്കെ പേര് തന്നെ വളരെ വെറൈറ്റി ആയിട്ടാണ് കണ്ടത്. ആശ, അഞ്ജന, ചന്ദ്രു, അങ്ങനെയൊക്കെ പല വെറൈറ്റി. ഈ ആന ഭയങ്കരമായിട്ട്, ഈ അഞ്ജന ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ തല കൊണ്ട് ഡാൻസ് കളിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വെച്ച് തന്നെയായിരുന്നു ആനയെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു ഗാംഭീര്യമുള്ളൊരു ആനയും നമുക്ക് ഇവിടെ കാണാൻ പറ്റി. നല്ലൊരു വലിയ ആനക്കൊമ്പൊക്കെ ഉള്ള ആനയും കാണാൻ പറ്റി. പിന്നെ അത് കൂടാതെ ഇവിടുന്ന് കുറച്ച് മാറി എനിക്ക് തോന്നുന്ന ഒരു 1/2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതായത് ആനയെ ശരിക്കും ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അവിടെ ഒരു ചന്ദ്രു എന്ന് പറഞ്ഞ ഒരു ആനയെ കണ്ടു. അതായത് ആന ട്രെയിൻ ചെയ്തു ഏകദേശം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാലാണ് ഇപ്പുറത്തെ ഭാഗത്ത് മാറ്റുക. ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ആനയെ ശരിക്കും ട്രെയിൻ ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ആനയുടെ ഗ്യാങ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു രക്തചന്ദന തോട്ടം കാണാൻ പറ്റും. ഈ രക്തചന്ദന തോട്ടം അത് നാച്ചുറലായിട്ട് ഉണ്ടായ രക്തചന്ദന തോട്ടമൊന്നുമല്ല, എല്ലാം അവർ വെച്ച് പിടിപ്പിച്ചതാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഊഞ്ഞാലും കാര്യങ്ങളും അങ്ങനെ റിലാക്സ് ആവാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന് തൊട്ട് താഴെയാണ് ആനയെ കുളിപ്പിക്കുന്ന ഒരു പുഴയുള്ളത്. പക്ഷേ ഇപ്പം അവിടെ വെള്ളം ഒരുപാട് കൂടുതലുള്ളതുകൊണ്ട് അവിടുത്തെ ഗാർഡ് പറഞ്ഞത് ഇപ്പോൾ അവിടെ നിന്ന് കുളിപ്പിക്കുന്നില്ല, വെള്ളം ഇറങ്ങിയാൽ മാത്രമേ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള എന്താ പറയണ്ടേ, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുപാട് കപ്പിൾസൊക്കെ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഫോട്ടോ എടുത്തില്ല. അങ്ങനെ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഏറുമാടം കാണാം. അതിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ മീൽസ് ഉണ്ടായിരുന്നില്ല, ബാക്കി ചെറിയ ചെറിയ ചായ, കോഫി അങ്ങനെയുള്ള കിട്ടും. അവിടെ തന്നെയാണ് ഒരു ബാത്റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ടുള്ളത്. അവിടെ ഒരു ചെറിയൊരു കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു പാർക്കും കൂടി ഉണ്ടായിരുന്നു. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട, കിഡ്സിന് വേണ്ട ഒരു റൈഡ്, അതായത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അതിൽ അലൗഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ സംഭവങ്ങൾ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു 1 ഡേ ട്രിപ്പ് കൊച്ചിയിൽ നിന്നും വന്നു, ഒരു 1 ഡേ ട്രിപ്പ് കഴിഞ്ഞു. ഇതോടെ നമ്മൾ സ്റ്റോപ്പ് ആക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.